അപ്പോൾ 1000-ൽ 5 പേരാവാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെന്നാണ് ഓക്കെ. അതല്ലാന്നാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ തലകുത്തി മറിഞ്ഞ് ഒരു കൊല്ലം ഇരുന്നിട്ട് പോലും ചിലപ്പോഴും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മറ്റൊരു കോഴ്സിൻ്റെ കൂടെ തന്നെ പഠിച്ചിട്ട് നമ്മൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് തന്നെയാണ്. ഒരിക്കലും ഈസി അല്ല കേട്ടോ. അവസാനം നിങ്ങൾ തീരുമാനം എടുക്കും, ലാസ്റ്റ് 3 മാസം ഞാൻ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം, ആ 3 മാസം ഒഴിവാക്കി ഞാൻ വന്നിട്ട് അങ്ങനെ ഇരുന്ന് പഠിക്കുക. പക്ഷെ ഇതൊക്കെ ആദ്യമുള്ള തോന്നലുകളോ മക്കളെ. മക്കളെ, കുറേ ആളുകളെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു പോയിന്റ് എന്താ അറിയുമോ? അവർക്ക് നല്ല മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവേ, പക്ഷേ എന്താ പറയുക, നമുക്ക് MBBSയിലേക്ക് പോകാനുള്ള മാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒരു ചോദ്യമാണ്, അടുത്ത് ഞാനൊരു മറ്റൊരു കോഴ്സ് എടുത്ത് പഠിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇനി ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം? എനിക്ക് ആദ്യം പറയാനുള്ള, ഞാൻ മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, ഒരു കുട്ടിയായിട്ടൊന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉറപ്പായിട്ടും അത് വീഡിയോ നിങ്ങളൊന്ന് കാണണം കേട്ടോ. അങ്ങനെ ആയതെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനം വേണം. ഫൈനലി നിങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ വിട്ടുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു കോഴ്സ് എടുത്ത് പഠിക്കാൻ നിങ്ങളുടെ മനസ്സ് സെറ്റാണെങ്കിൽ, നിങ്ങളവിടെ കോംപ്രമൈസ് ചെയ്യാണ്, ആ കോംപ്രമൈസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് പോവാം. മറിച്ച് അതല്ല, നിങ്ങളതിൽ സെറ്റ് ആവുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ശ്രമിക്കണം. ഇവിടെ അടുത്തൊരു ചോദ്യമാണ്, ഞാൻ എങ്ങനെയാണെങ്കിൽ പാർഷ്യൽ ഡ്രോപ്പ് എടുക്കുന്ന രീതിയിൽ ചിന്തിച്ചോട്ടെ, ഞാൻ മറ്റൊരു കോഴ്സിന് ജോയിൻ ചെയ്തുകൊണ്ട് ഞാൻ പഠിക്കട്ടെ. ഇവിടെ നിങ്ങളുടെ മുന്നിലുള്ള പല എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വർഷം ഞങ്ങളുടെ പോലുള്ള പല യൂട്യൂബ് ചാനലിലും കാണുന്ന വീഡിയോസാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്. നിങ്ങൾ പറയുകയാണ് മറ്റുള്ളവരൊക്കെ അങ്ങനെ പോയതല്ലേ, അങ്ങനെ മറ്റു കോഴ്സിൻ്റെ കൂടെ തന്നെ പഠിച്ചിട്ടല്ലേ അവർ ക്രാക്ക് ചെയ്തത്. എനിക്ക് പറയാനുള്ള കുട്ടികളെ, അതിലാകെ ഞാൻ നേരത്തെ മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു 1000 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ 5 പേരുടെ കഥയാണ് നിങ്ങൾ ആ കേൾക്കുന്നത്. ബാക്കിയുള്ള 995 പേർക്കും അങ്ങനെയുള്ള ചാൻസിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ 1000-ൽ 5 പേരാവാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെന്നാണ് ഓക്കെ. അതല്ലാന്നാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ തലകുത്തി മറിഞ്ഞ് ഒരു കൊല്ലം ഇരുന്നിട്ട് പോലും ചിലപ്പോഴും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിനേക്കാളും വലുതല്ലല്ലോ നമുക്ക് ചെറിയൊരു സമയം കൊണ്ട് മറ്റൊരു കോഴ്സിൻ്റെ കൂടെ തന്നെ പഠിച്ചിട്ട് നമ്മൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് തന്നെയാണ്. ഒരിക്കലും ഈസി അല്ല കേട്ടോ. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ വെറുതെ നമുക്കങ്ങനെ പറയാം, പക്ഷേ അതത്ര ഈസി അല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഓക്കെ, ഇനി അതല്ല, നിങ്ങൾ ഇതൊക്കെ മാറ്റി നിർത്തി നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ മറ്റൊരു കോഴ്സിൻ്റെ കൂടെ എടുത്തിട്ട്, ഞാൻ വീണ്ടും വീണ്ടും പറയാം, ഞങ്ങളുടെ കുട്ടികൾ എനിക്ക് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾസ് ആണ്. അതായത് അവർ വിചാരിക്കും ആ സമയത്ത് നമുക്കെല്ലാം സാധിച്ചെടുക്കും എന്നുള്ള രീതിയിൽ പോവും. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ അവർ ആദ്യത്തെ സമയത്ത് അവർക്ക് പഠിക്കാനുള്ള എടുത്തു വെക്കും. ഒപ്പം എന്താ പറയുക, നമ്മുടെ നീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇതൊക്കെ പഠിക്കും, കുറച്ച് കഴിയുമ്പോൾ അവിടുത്തെ ലോഡാവും. ഞാൻ പറയാം, ഒരു ഡെൻ്റലിന് നിങ്ങൾ ജോയിൻ ചെയ്യാണ്, ആദ്യം ഓക്കെ, കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കും. പിന്നെ അവിടുത്തെ എക്സാംസ് വരൂലേ, ഇൻറ്റേർണൽസ് വരൂലേ, അപ്പോൾ പഠിക്കണ്ടേ. ചില ക്ലാസ്സിൽ നിന്ന് എക്സാംസ് നടത്തുന്നവരുണ്ടാവും, പഠിക്കണ്ടേ. ഇനി അവസാനം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അനാട്ടമിക്ക് തന്നെ കുറേ പഠിക്കാനുണ്ട്. ഇതിൻ്റെ ഇടയിലാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ് പഠിത്തം നടന്നെന്ന് വരില്ല. അവസാനം നിങ്ങൾ തീരുമാനം എടുക്കും, ലാസ്റ്റ് 3 മാസം ഞാൻ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം, ആ 3 മാസം ഒഴിവാക്കി ഞാൻ വന്നിട്ട് അങ്ങനെ ഇരുന്ന് പഠിക്കുക. പക്ഷെ ഇതൊക്കെ ആദ്യമുള്ള തോന്നലുകളോ മക്കളെ. നമുക്ക് രണ്ടും കൂടെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ അത്ര ആൾ മത്സരിക്കുന്നതല്ലേ, അവരുടെ കൂട്ടത്തിൽ അവരവരുടെ 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ ഇതിനായിട്ട് സ്പെൻഡ് ചെയ്ത് മത്സരിക്കുമ്പോൾ അവസാനത്തെ കുറച്ച് സമയം നമ്മൾ കഷ്ടപ്പെട്ട് എങ്ങനെ എത്താനാ? അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മക്കളെ, വെറുതെ അങ്ങനെ ഒരു പാർഷ്യൽ ഡ്രോപ്പിനെ കുറിച്ച് ചിന്തിക്കാതെ, നമ്മൾ കാണുന്ന ആ 1000-ൽ 5 ആളെ കുറിച്ച് ചിന്തിക്കാതെ 1995 ആളുകളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. എന്നിട്ട് മക്കൾ ഉറപ്പായിട്ടും റിപ്പീറ്റ് എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ സക്സസ്സിൽ എത്തിക്കാൻ നിങ്ങളുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത് തന്നെയാണ് JP's ക്ലാസ്. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മറ്റുള്ളവർ അസൂയോടുകൂടി തന്നെ നോക്കിക്കാണുന്ന റിസൾട്ട് തന്നെയാണ് JP'സിൻ്റെത്. ഈ വർഷം കേരളത്തിൽ ആദ്യത്തെ 10 പേരിൽ ഒരാളായിട്ട് നമ്മുടെ കുട്ടി വന്നു, 7ാമത്തെ റാങ്കാണ് വാങ്ങിച്ചത്. ഒന്ന് ചിന്തിച്ച് നോക്കണം, പലരും തിരയുന്നുണ്ടായിരുന്നു 10 റിസൾട്ടുകളിൽ ഒരു റാങ്ക് എവിടെ പോയിന്ന്. ആ ഒരു റാങ്ക് മറ്റെവിടെയും പോയിട്ടില്ല, ഇങ്ങോട്ടാണ് വന്നത്. JP'സിൽ 1000-ൽ ഒരാളായിട്ടല്ല, ആദ്യത്തെ 10-ൽ ഒരാളായിട്ട് JP'സിലെ കുട്ടികൾ മാറിക്കഴിഞ്ഞു. സിംഗിൾ ഡിജിറ്റ് റാങ്ക് വാങ്ങിക്കാൻ ക്യാപ്പബിളായി കഴിഞ്ഞു ഈ കുഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾ. കഴിഞ്ഞ വർഷം കേരളത്തിൽ 20 റാങ്കും 55 റാങ്കും വാങ്ങിച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ അത് 50ഉം 25ഉം അല്ല, അത് കേരളത്തിലേക്ക് വന്നത് 7ാമത്തെ റാങ്കായിട്ടാണ്. ആദ്യത്തെ 100-നുള്ളിൽ ഈ വർഷം 4 പേരോളം JP's നിർത്തും. അത് തന്നെയാണ് JP'സിൻ്റെ റിസൾട്ട്. നിങ്ങളെ വെറുതെ ചുമ്മാ ആലോചിച്ച് നിൽക്കാതെ നിങ്ങൾ താഴത്തെ നമ്പറിലേക്ക് വിളിച്ചോട്ടോ. ഞാൻ എൻ്റെ നമ്പറും കൂടി ഇതിൻ്റെ കൂടെ തരും.
നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. ഓക്കെ മക്കളെ, കാണാം നമുക്ക്.